അത്താഴം. ഇന്ന് നിങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് അത്താഴം കഴിക്കണം. വീടെന്ന് പറയാൻ ഒന്നുമില്ല. ആകെ ഉണ്ടായിരുന്നത് അമ്മയാണ്. എന്നെ ഓർത്ത് വേദനിച്ച് ചത്തുപോയി. ആമുഖക്കാരൻ കഥ പറച്ചിലുകാരനോട് പറഞ്ഞു. എനിക്ക് അത്താഴം പതിവില്ല. അതെങ്ങനെ ശരിയാവും? ഒരു നേരമേ ആഹാരം പതിവുള്ളൂ. അങ്ങനെ ശീലിച്ചു പോയി. 3 നേരവും തിന്നില്ലെങ്കിൽ എനിക്ക് കവിത വരില്ല, പ്രത്യേകിച്ചും അത്താഴം. മാർക്കോസ് ഉറക്കെ ചിരിച്ചു. അയാളുടെ ചിരിയുടെ മുഴക്കം വെള്ളത്തിനു മീതെ ഇളക്കങ്ങളുണ്ടാക്കി. തിന്നില്ലെങ്കിൽ വേണ്ട, നിങ്ങൾ നിന്റെ വീട്ടിൽ തന്നെ ഉറങ്ങണം. കാട്ടിൽ പോയി കിടക്കരുത്. നൂർ മുഹമ്മദും ചിരിച്ചു. ആദിയിലെത്തിയാൽ കഴിയുന്നത്ര സമയം കാടുകൾക്കിടയിൽ ചുറ്റിത്തിരിയാനാണ് അയാൾക്കിഷ്ടം. പ്രത്യേകിച്ചും ആദിയിലുള്ളവർ പച്ചവള എന്ന് വിളിക്കുന്ന കണ്ടൽ കാട്ടിൽ. അത് ആദിയെ ചുറ്റി വളഞ്ഞു കിടക്കുന്നു. തണുത്ത വെള്ളവും കുളിരുള്ള അന്തരീക്ഷവും ആഴമേറിയ നിശബ്ദതയും നിഴലും വെളിച്ചവും ചേർന്ന ഒരു വിചിത്ര ലോകമാണത്. മനുഷ്യരുടെയോ യന്ത്രങ്ങളുടെയോ വാഹനങ്ങളുടെയോ ഇരമ്പലുകളില്ലാത്ത ആ അപൂർവ ലോകത്തിരുന്നു കൊണ്ട് പ്രപഞ്ചത്തിൻ്റെ അതിസൂക്ഷ്മ ശബ്ദങ്ങൾക്കായി നൂർ മുഹമ്മദ് കാതോർക്കും. അത് എത്രമാത്രം വൈവിധ്യപൂർണമാണെന്നും എത്രമാത്രം മധുരമാണെന്നും എത്രമാത്രം ഗഹനമാണെന്നും അയാൾ അനുഭവിച്ചറിയും. ഇലകൾ പൊഴിയുന്നതും അവ നിശബ്ദമായി വെള്ളത്തിൽ വീഴുന്നതും ഓളങ്ങളിൽ ചാഞ്ചാടുന്നതും കരയിലേക്കടിഞ്ഞു കൂടുന്നതും നോക്കി അയാൾ മനുഷ്യജീവിത വ്യാഖ്യാനങ്ങൾ മെനയും. പൂവിരിയുന്ന ഒച്ച അയാൾ കേൾക്കും. മിന്നാമിനുങ്ങിൻ്റെ വീടുകൾ കാണും. ഒരു കുഞ്ഞു പുഴുവിൻ്റെ വഴിത്താര മനസ്സിലാക്കും. പായലുകളുടെ നൃത്തം ആസ്വദിക്കും. അയാളുടെ മനസ്സ് തെളിയും. അയാളുടെ ശ്വാസകോശങ്ങൾ ഉന്മേഷം കൊള്ളും. അയാളുടെ ഉദരം പ്രസന്നമാകും. ഹൃദയമോ ആനന്ദിക്കും. അയാൾ പറഞ്ഞുകൊണ്ടിരിക്കും. വരികയല്ലേ സ്നേഹിത? മാർക്കോസ് ചോദിച്ചു. ധാരാളം തൈത്തെങ്ങുകളുടെ ഒരു വലിയ പറമ്പായിരുന്നു അത്. കായലാണതിര്. വൃത്തിയുള്ള ഒരു ചെറിയ ആമ്പൽക്കുളം, കറുക നീർത്തിയിട്ട പച്ചമെത്ത, കാട്ടിലും കായലിലും നിന്ന് ഇടമുറിയാതെ വീഴുന്ന തണുത്ത കാറ്റ്. മാനം നോക്കിക്കിടക്കാം. സന്തോഷം. എനിക്ക് നിങ്ങളുടെ കവിത കേൾക്കാൻ ഇഷ്ടമാണ്. കവിതയ്ക്കല്ല ചങ്ങാതി, നേരം വെളുക്കുന്നതുവരെ എനിക്ക് നിങ്ങളോട് സംസാരിക്കണം. ഞാൻ ഒരുപാട് സംശയങ്ങളുള്ള ഒരു മനുഷ്യനാണ്. സംശയങ്ങൾ മാത്രമല്ല, അമർഷങ്ങളുമുണ്ട്. വെറുപ്പ്, പരപുച്ഛം, ആർത്തി, ആത്മനിന്ദ. എനിക്കിത്തിരി ഭ്രാന്തമുണ്ടായിരുന്നു. അത് അധികമായപ്പോൾ ഞാൻ നാടുവിട്ടു. എവിടെയൊക്കെയോ അലഞ്ഞു. പിന്നെ എൻ്റെ ഭ്രാന്തിൻ്റെ മൂർധന്യത്തിൽ എൻ്റെ അമ്മ വിളിക്കുന്നത് ഞാൻ കേട്ടു. മാർക്കോസേ, മതിയിടാ, തിരിച്ചു വാ. ഞാൻ തിരിച്ചു പോന്നു. ആകെ വൃത്തികേടാണ് എൻ്റെ മനസ്സ്. അതിൻ്റെ മുരൾച്ച നിങ്ങൾക്ക് കേൾക്കാം. ആരോടെങ്കിലുമൊക്കെ ഒന്ന് ഉള്ളു തുറക്കണ്ടേ സ്നേഹിത? ഇല്ലെങ്കിൽ പോയ ഭ്രാന്ത് തിരിച്ചു വരില്ലേ? അമ്മയാണെങ്കിൽ ചത്തും പോയി. എൻ്റെ കാര്യങ്ങൾ ഒന്ന് അവതരിപ്പിക്കാൻ ഏറ്റവും പറ്റിയ ആൾ നിങ്ങളാണ്. നിങ്ങളുടെ കഥ പറച്ചിൽ കേൾക്കുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്, നിങ്ങൾ ഒന്നാന്തരം ഒരു കേൾവിക്കാരനാണെന്ന്. നൂർ മുഹമ്മദ് പുഞ്ചിരിച്ചുകൊണ്ട് മാർക്കോസിൻ്റെ വഞ്ചിയിൽ കയറിയിരുന്നു. നിലാവ് കാടിൻ്റെ നെറുകയിലെത്തിയിരുന്നു. വെള്ളി വെളിച്ചത്തിൻ്റെ ഒരു ജലധാര അവർക്ക് മുന്നിൽ വീണുകിടന്നു. അത് കാടിനുള്ളിലേക്ക് നീണ്ടുപോയി. മാർക്കോസ് അതിലെ തുഴഞ്ഞുപോയി. വെള്ളത്തിൽ കഴുക്കോൽ വീഴുന്ന ശബ്ദം, താളം, ഇടയ്ക്ക് കാടിനുള്ളിൽ നിന്ന് ഒരു പക്ഷിയുടെ ചിലയ്ക്കൽ, അല്ലെങ്കിൽ ചിറകു കുടച്ചിൽ. സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ മൺതിട്ടകളിൽ ചെന്നുമുട്ടുന്ന ഓളങ്ങളുടെ മൃദുമർമ്മരങ്ങൾ. ഒരുപാട് പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞുവെങ്കിലും മാർക്കോസ് നിശബ്ദനായി വഞ്ചി തുഴഞ്ഞു. കണ്ടൽ മരങ്ങളുടെ കൊമ്പുകൾ കൂട്ടിമുട്ടി. പച്ചില ഗുഹകൾ പടുത്തുയർത്തിയ ജലവഴികളിലൂടെ അയാൾ നൂർ മുഹമ്മദിനെ കൂട്ടിക്കൊണ്ടുപോയി. ഇരുട്ടും കുളിരുമുള്ള ജലപാത. ഇലകൾക്കിടയിലൂടെ ഊർന്നു വീഴുന്ന നിലാവിൻ്റെ വെള്ളിനാണയങ്ങൾ വെള്ളത്തിനു മീതെ തുള്ളിക്കളിച്ചു കൊണ്ടിരുന്നു. ആ തോണിയാത്ര അനന്തമായി തുടർന്നെങ്കിലെന്ന്
നൂർ മുഹമ്മദ് ആഗ്രഹിച്ചു. അത് മനസ്സിലാക്കിയിട്ടോ എന്തോ തൻ്റെ വീടെത്തിയിട്ടും തോണി കരയ്ക്കടുപ്പിക്കാതെ മാർക്കോസ് മുന്നോട്ടു പോയി. പച്ചവളയ്ക്കുള്ളിലൂടെ അവർ ആദിയെ വലം വെച്ചു വന്നു. പിന്നെ കണ്ടൽ മരങ്ങളുടെ ഒരു ഗുഹയിൽ തങ്ങിപ്പോയ തോണിയിൽ കിടന്ന് ഉറങ്ങുകയും ചെയ്തു. പുലർച്ചെ ഇലകൾക്കിടയിലൂടെ ഊർന്നിറങ്ങിയ ആദ്യത്തെ സൂര്യകിരണങ്ങൾ നൂർ മുഹമ്മദിൻ്റെ കണ്ണുകളിൽ തൊട്ടു. അയാൾ ഉണർന്നു. ഇരുട്ടകന്നിരുന്നില്ല. കനത്തൊരു നിഴൽ പോലെ മാർക്കോസ് തോണിത്തലപ്പത്തിരിക്കുന്നത് നൂർ മുഹമ്മദ് കണ്ടു. കാടു പിടിച്ചു കിടക്കുന്ന അയാളുടെ തലമുടി പുലരിക്കാറ്റിൽ ശാന്തമായി ഇളകുന്നുണ്ടായിരുന്നു. വെള്ളം അവരുടെ തോണിയെ തൊട്ടിലാട്ടുകയാണ് അപ്പോഴും. ചുറ്റും പക്ഷികളുടെ കലപില, ഉണർവിൻ്റെ സംഗീതം, ഇലകളുടെ ഇളക്കം, കാറ്റ്, വെളിച്ചം. ഇന്നലെ നിങ്ങൾ അത്താഴം കഴിച്ചില്ലല്ലോ മാർക്കോസ്. മാർക്കോസ് തിരിഞ്ഞു നോക്കി ചിരിച്ചു. വെളിച്ചത്തിൻ്റെ സ്വർണ്ണ നിറമുള്ള ഒരു ചിറക് അയാളുടെ മുഖത്തിന് കുറുകെ വീശിപ്പോയി. ഒരുപാട് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നും പറഞ്ഞുമില്ല. നൂർ മുഹമ്മദ് കൗതുകത്തോടെ അയാളെ നോക്കി. അതെ, അതിനു പകരം നിങ്ങൾ മാത്രമല്ല, ഞാനും ഈ കാട്ടിൽ വന്ന് കിടന്നുറങ്ങി. ഞാൻ ഉറങ്ങിയെന്ന് പറയാൻ പറ്റില്ല. രാത്രി മുഴുവൻ എൻ്റെ മനസ്സ് നിറഞ്ഞു കവിയുകയായിരുന്നു. വാക്കുകൾ വന്ന് വാതിൽ തുറക്കൂ എന്ന് വിലപിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ ഫലമായി ഒരു കവിതയുണ്ടായി. ഞാനത് നിങ്ങളെ ചൊല്ലി കേൾപ്പിക്കും. ഇതുപോലെ ഉചിതമായൊരു പ്രഭാതം ഇനി എൻ്റെ കവിതയ്ക്ക് കിട്ടുമോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഞാൻ മാത്രമല്ല, കിളികളും മരങ്ങളും കൂടി അതിന് കാതോർക്കുന്നുണ്ട്. നൂർ മുഹമ്മദ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മീനുകളെ മറക്കണ്ട, വെള്ളത്തെയും. കാരണം ഏറ്റവും സുന്ദരവും ഏറ്റവും ആപൽക്കരവുമായ കവിത എഴുതുന്നത് വെള്ളമാണ്, മാർക്കോസ് പറഞ്ഞു. എന്നിട്ട് അയാളുടെ കവിത ചൊല്ലാൻ തുടങ്ങി. ഞാനൊരു കോടീശ്വരൻ്റെ മണിമന്ദിരത്തിൽ പാർത്തു. എത്ര ദരിദ്രനാണ് ഞാനെന്ന് അതിനാലെ തിരിച്ചറിഞ്ഞു. അവർക്കുള്ള മുന്തിയ വസ്ത്രങ്ങളോ വിലപിടിച്ച ചെരുപ്പുകളോ രുചിയുള്ള ഭക്ഷണമോ എനിക്കില്ലെന്ന് കണ്ടു. അവർക്കുള്ള പൊന്നും വെള്ളിയും അവർക്കുള്ള ആഡംബരങ്ങളും എനിക്കില്ലെന്ന് കണ്ടു. അവർക്കുള്ള മെത്തയും സുഖവും അവർക്കുള്ള വിശ്രമവേളകളും അവർക്കുള്ള തോട്ടവും പൂക്കളും എനിക്കില്ലെന്ന് കണ്ടു. എത്ര ദരിദ്രനാണ് ഞാനെന്ന് അതിനാലെ തിരിച്ചറിഞ്ഞു. എൻ്റെ പെണ്ണ് വെളുത്തിട്ടല്ല, എൻ്റെ മക്കൾ സമർത്ഥരല്ല, അവർക്കുള്ളതൊന്നും എനിക്കില്ല. എത്ര ദരിദ്രനാണ് ഞാനെന്ന് അതിനാലെ തിരിച്ചറിഞ്ഞു. പുറമ്പോക്കിലെ ചെറ്റക്കുടിലിൽ മഹാദരിദ്രനോടൊപ്പം ഞാൻ പാർത്തു. എത്ര ദരിദ്രനല്ല ഞാനെന്ന് അതിനാലെ തിരിച്ചറിഞ്ഞു. എന്നെപ്പോലെ മുന്തിയ വസ്ത്രം അവർക്കില്ല. എൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ അവർ യോഗ്യരല്ല. ഞാൻ തിന്നുന്നത്ര രുചിയുള്ള ഭക്ഷണം അവർ തിന്നുന്നില്ല. എൻ്റെ വീട് പോലൊരു വീട് അവർക്കില്ല. ഞാൻ ഉറങ്ങുന്ന പോലൊരു കീറപ്പായ അവർക്കില്ല. എൻ്റെ ഭാര്യയുടെ അത്ര പോലും നിറം അവരുടെ ഭാര്യമാർക്കില്ല. എൻ്റെ മക്കളോളം മിടുക്ക് അവരുടെ മക്കൾക്കില്ല. എത്ര ദരിദ്രനല്ല ഞാനെന്ന് അതിനാലെ തിരിച്ചറിഞ്ഞു. കാട് വകഞ്ഞു മാറ്റി വെളിച്ചം ഒന്നാകി കടന്നു വന്നതും വെള്ളം സുവർണ തേജസ്സാർന്ന് ഇളകാൻ തുടങ്ങിയതും നൂർ മുഹമ്മദ് കണ്ടു. മാർക്കോസിൻ്റെ കവിതയുടെ ആശയം നൂർ മുഹമ്മദിന് പരിചിതമായിരുന്നു. അത് മൗലികമായിരുന്നില്ല. എങ്കിലും കൈനീട്ടി മാർക്കോസിൻ്റെ വിരലുകളിൽ കോർത്തു പിടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, മനോഹരമായിരിക്കുന്നു.